ദക്ഷിണ ചൈന കടലിൽ ഇന്ത്യയും ചൈനയും മുഖാമുഖം വന്ന വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ദക്ഷിണ ചൈന കടലിൽ ചൈന പല രാജ്യങ്ങളെയും വിറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഏകാധിപത്യപൂർവ്വമായി നീങ്ങുന്ന ഒരു പ്രദേശമാണ് ഈ ദക്ഷിണ ചൈന കടൽ എന്ന് പറയുന്നത്. ഫിലിപ്പീൻസ്, വിയറ്റ്നാം, തായ്വാൻ എന്നിങ്ങനെ പല രാജ്യങ്ങളും ദക്ഷിണ ചൈന കടലുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ അതിർത്തിയിൽ ഇവർക്കൊരു കപ്പൽ പോലും ഇറക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ചൈനയുടെ ഈ ഏകാധിപത്യ സ്വഭാവം അവിടെ അവസാനിപ്പിക്കണം എന്നുള്ളത് എല്ലാ രാജ്യങ്ങളുടെയും ആവശ്യം തന്നെയാണ്. ഇതിനായി ഇന്ത്യയെ ഇപ്പോൾ കൂട്ടുപിടിച്ചിരിക്കുന്നു ഈ രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുന്നു ഒരു സുപ്രധാനമായിട്ടുള്ള രാജ്യം എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഫിലിപ്പീൻസ് നേരത്തെ തന്നെ ഇന്ത്യയുടെ സഹായം തേടിയിരുന്നു. ഇപ്പോൾ അമേരിക്ക ഫിലിപ്പീൻസിൽ സുപ്രധാനമായിട്ടുള്ള നീക്കം നടത്തിയിരിക്കുന്നു. കൂടാതെ ഇന്തോനേഷ്യ, ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമായിട്ടുള്ള ഇന്തോനേഷ്യ ചൈനയെ നേരിടാൻ ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇന്തോനേഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും പാകിസ്ഥാനെയും ചൈനയും വിറപ്പിക്കാനുമാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഇപ്പോൾ ഇന്തോനേഷ്യ വാങ്ങുന്നത് എന്ന റിപ്പോർട്ട് വരുന്നു. ഇന്ത്യ ഇന്തോനേഷ്യയുമായുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയെ അടക്കം നേരിടാനുള്ള ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു നീക്കം ഇന്തോനേഷ്യയും ഇന്ത്യയും തമ്മിൽ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. മറുവശത്ത് ലോകത്തെ ഏറ്റവും അധികം മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം ഇന്തോനേഷ്യയുമായി സൗഹൃദം വളർത്തി പാകിസ്ഥാന് ഒരു വലിയ രീതിയിലുള്ള ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു ഞെട്ടൽ നൽകിയിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വെല്ലുവിളികൾ പരിഹരിക്കാനായി ഏഷ്യൻ രാജ്യങ്ങളുമായി ഇന്ത്യ അടുത്ത ബന്ധം സ്ഥാപിക്കുകയാണെന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. പ്രധാനമായിട്ടും ഏഷ്യൻ രാജ്യങ്ങൾ, അപ്പുറത്ത് ദക്ഷിണ ചൈന കടലിൽ ആസിയാൻ രാജ്യങ്ങളുമായി ഇന്ത്യ ബന്ധം സ്ഥാപിക്കുന്നു. ഇൻഡോ പസഫിക് രാജ്യങ്ങളുമായുള്ള പ്രതിരോധ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി ചൈനയുടെ ഇടപെടൽ കുറയ്ക്കാനാണ് ഇപ്പോൾ ഇന്ത്യ ശ്രമിക്കുന്നത് എന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ ഇന്തോനേഷ്യ ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നു. മറുവശത്ത് ഇപ്പോൾ ചൈനയ്ക്കും റഷ്യയ്ക്കും വലിയ ആശങ്ക നൽകിക്കൊണ്ട് അമേരിക്ക ഒരു മിസൈൽ വിന്യാസം ഫിലിപ്പൈൻസിൻ്റെ സഹായത്തോടു കൂടി നടത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. US സൈന്യം തങ്ങളുടെ ടൈഫോൺ ലോഞ്ചർ ഫിലിപ്പൈൻസിലെ ലാവോക്ക് എയർഫീൽഡിൽ നിന്ന് ലുസോൺ ദ്വീപിലെ മറ്റൊരു സ്ഥലത്തിലേക്ക് മാറ്റിയിരിക്കുന്നെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. വിവിധ തരം ദീർഘദൂര മിസൈലുകൾ വിക്ഷേപിക്കാൻ ഈ മിസൈൽ സംവിധാനത്തിന് കഴിയുമെന്നുള്ളതാണ്. ചൈനയെ പൂർണ്ണമായും ലക്ഷ്യം വയ്ക്കാനും റഷ്യയെ ലക്ഷ്യം വയ്ക്കാനും ഈ മിസൈൽ സംവിധാനത്തിന് കഴിയും. ഫിലിപ്പൈൻസിലെ ലുസോണിലാണ് ഇപ്പോൾ ഇത് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ട് വരുന്നു. ടൈഫോൺ ലോഞ്ചറിന്റെ പുനർവിന്യാസം ഫിലിപ്പൈൻ ഗവൺമെന്റിൽ നിന്നുള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം പറയുന്നുണ്ട്. ഫിലിപ്പൈൻസിൽ നിന്ന് ചൈനയിലേക്കും റഷ്യയിലേക്കും ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ കഴിയുന്ന ടോമോഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ഈ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ചൈനയും റഷ്യയും പ്രധാനമായും ഭയപ്പെടുത്തുന്നത്. എന്തായാലും ഫിലിപ്പൈൻ ഗവൺമെന്റിലെ മുതിർന്ന വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് മിസൈൽ ബാറ്ററി എത്ര വേഗത്തിലും ഫലപ്രദമായും ഒരു പുതിയ ഫയറിംഗ് സ്ഥാനത്തേക്ക് മാറ്റാൻ കഴിയുമെന്ന് വിലയിരുത്താൻ ഈ സ്ഥലമാറ്റം സഹായിക്കും എന്ന് മനസ്സിലാവുന്നു. സംഘട്ടന സമയത്ത് ശത്രുക്കളുടെ പ്രത്യാക്രമണത്തിൽ നിന്ന് ടൈഫോൺ ലോഞ്ചറിനെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് സിസ്റ്റത്തിന്റെ മൊബിലിറ്റി എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വേറെ ചില വൃത്തങ്ങൾ പറയുന്നു. എന്തായിരുന്നാലും ചൈനയ്ക്ക് റഷ്യയ്ക്കും വലിയ ഭീഷണി തന്നെയാണ് ഇത്. ഇന്ത്യയോടൊപ്പം ചേർന്ന് ഫിലിപ്പൈൻസ് ദക്ഷിണ ചൈന കടലിൽ ചൈനയെ നേരിടാനായി ഒരുങ്ങുമ്പോഴാണ് അമേരിക്കയടക്കം ഫിലിപ്പൈൻസിന് പിന്തുണയുമായി രംഗത്തെത്തുന്നത്. അമേരിക്കയ്ക്കടക്കം ദക്ഷിണ ചൈന കടലിൽ വലിയ രീതിയിൽ കണ്ണുള്ളതാണ്. അമേരിക്കയുടെ വലിയ സബ്മറൈൻസ് എല്ലാം ദക്ഷിണ ചൈന കടലിൽ എത്താനായി ശ്രമിക്കുമ്പോൾ ചൈന വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് അമേരിക്ക അവിടെ എത്താറുമുണ്ട്. നേരത്തെ നമ്മളുടെ കപ്പൽ ജപ്പാനിൽ ഷൗനക് എന്ന് പറയുന്ന നമ്മുടെ കപ്പൽ പോയി തിരിച്ചു വന്നപ്പോഴും ചൈന വലിയ രീതിയിൽ നമ്മളെ വളയാനുള്ള ഒരു ശ്രമവും നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.